ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതിലേക്ക് ഈസ്റ്റ് ഈനോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മാവ് കൂടിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു 2-3 മണിക്കൂറൊന്ന് സോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ബസുമതി റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരു 2 പ്രാവശ്യമായിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 കപ്പ് അളവിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 50ഓളം പാലപ്പം തന്നെ ഇവിടെ റെഡിയാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് കൈ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. 2 സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിനു മുമ്പ് അരി അരക്കുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങാ വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ അരി അരക്കുന്ന ടൈമിൽ കുറച്ച് തേങ്ങ വെള്ളം കൂടി ചേർത്താൽ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവ് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. ഇതിൽ നമ്മൾ വേറെ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാസറോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു മാവ് ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് പതിഞ്ഞ് കുറേ പുറത്ത് പോകുന്നത് കൊണ്ട് ഞാൻ നേരെ കാസറോളിലേക്ക് നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ കാസറോൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരുപാട് മാവ് ഇതിലേക്ക് കൊള്ളും. അപ്പം ഇതിൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് റെഡിയാക്കുവാണെങ്കിൽ പതഞ്ഞ് പുറത്തേക്ക് മറിഞ്ഞു പോകുന്നില്ല. ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇത് റെഡിയാക്കുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും വലിയ ഒരു പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ പതഞ്ഞ് പുറത്തേക്ക് മറിയാനുള്ള ചാൻസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കുറേ മാവ് പുറത്തേക്ക് പതഞ്ഞ് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ ഇതുപോലെ ഒഴിച്ച് മാറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു അരഭാഗത്തോളം നമ്മുടെ ഈ ഒരു മാവ് ഇതിലുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളി നല്ല എഫക്റ്റ് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ഇതിലേക്ക് തേങ്ങയും തേങ്ങാവെള്ളവും ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പതിഞ്ഞ് മറിയും. അപ്പോൾ ഇത് അതിലെയാണ് ഞാൻ തുറന്നു നോക്കുന്നത്. ഈ ഒരു ടൈമിലേക്ക് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിൽ 1/4 കപ്പ് അളവിൽ ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു 6-7 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെള്ളം നിൽക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിലടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വിസിലടിയാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിലേക്ക് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസ് വേവിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം ആ കുക്കറിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ നമ്മുടെ ക്യാരറ്റും അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇതും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് ഒരു 2 വിസിലടിപ്പിച്ചാൽ മതി. കുറേ വിസിലടിയണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വെജിറ്റബിളൊക്കെ വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വിസിലടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റൊന്നും വെന്ത് ഉടഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല കൊഴുപ്പോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിലേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ കറി പെട്ടെന്ന് കുറുകി വരും കേട്ടോ. ഇനി ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ചുവന്ന മുളക് കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു കറി ഒന്ന് താളിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഈ ഒരു കറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കുട്ടികളൊക്കെ ആണെങ്കിൽ എരിവൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.
ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിന് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടു നോക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കുറുമക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് നമ്മുടെ അപ്പത്തിൻ്റെ ഒപ്പം നൂൽപുട്ടിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാം. നമ്മുടെ മാവ് നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോപ്പ് പത പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഇത് നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. നമുക്ക് കണ്ടില്ലേ, ഈ ഒരു പതയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഈ മാവ് വെക്കുന്നതിന് അനുസരിച്ചിട്ട് നന്നായി പൊങ്ങി വരും കേട്ടോ. നമ്മളിപ്പോൾ വെച്ചാലും ഒരു അരമണിക്കൂർ കൊണ്ട് നോക്കുമ്പോഴത്തേക്കും വീണ്ടും പൊങ്ങി വരും. നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഉള്ളി ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു ഉള്ളി നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മാവിലേക്ക് ഉള്ളി ഇറങ്ങിയിട്ട് കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിയുടെ ആ ഇതൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ഈ ഒരു ഉള്ളി റീയൂസ് ചെയ്യാവുന്നതാണ്, കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ അപ്പം വീതം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസിയാണ്. നമുക്ക് ഇതിലേക്ക് ഒരു പൊടികളും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാം. ഞാൻ ഇതിനു മുമ്പും ഇതുപോലുള്ള 2-3 അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ അപ്പം നല്ല പെർഫെക്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പം ചുട്ടെടുക്കുന്ന ടൈമിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമ്മൾ അപ്പമൊക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ വല്ലാതെ ഇത് പെട്ടെന്ന് നമ്മൾ ചുട്ടെടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം നമ്മളിങ്ങനെ ചുറ്റിക്കുന്ന സമയത്തേക്ക് വല്ലാതെ ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് കിട്ടൂല. അപ്പം ചുടുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു ഫ്ലെയിം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പവും ചുട്ടെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാ നല്ലപോലെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാ ഭാഗത്തും ബബിൾസ് വരുന്ന ടൈമിൽ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ 2-3 മിനിറ്റ് മാത്രമേ ഇത് നമുക്കൊന്ന് വെന്ത് കിട്ടാനുള്ള ടൈമുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. നമ്മുടെ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈറ്റാണ് നമ്മുടെ ഈ ഒരു അപ്പം. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ അപ്പം ചുട്ടെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് അതുപോലെ നമ്മുടെ ബേക്കിംഗ് സോഡയൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയുകയില്ല. അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ഉപയോഗിക്കാനായിട്ട് കഴിയൂല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും വരില്ല കേട്ടോ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേ സെയിം മാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമുക്ക് ദോശയും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ദോശയുടെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇഡ്ഡലിയുടെ വീഡിയോ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിയിലുള്ള വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവൻ അപ്പവും നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം മുഴുവനും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാറ്ററിങ്ങിൻ്റെ രഹസ്യം തന്നെയാണ്. നമ്മളിപ്പം കാറ്ററിംഗ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് എത്രത്തോളം അപ്പം വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കടകളിലൊക്കെ കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ കണ്ടിൽ നല്ല പൊട്ടിപ്പോവും ഒട്ടിപ്പിടിക്കും ഒന്നും ചെയ്യാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പാണ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വരുമാനമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം
ചൂടോടുകൂടി നമ്മുടെ ഗ്രീൻ പീസ് കറിയും അപ്പവും നമുക്ക് കഴിക്കാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല. ഒരിക്കൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും. നമ്മുടെ നല്ല ആവി പറക്കുന്ന അപ്പവും അതുപോലെ തന്നെ ആവി പറക്കുന്ന കറിയുമാണ്. നമ്മൾ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അതുപോലെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.